കണ്ണാടിക്കൽ ജുമാ മസ്ജിദിലാണ് ഞാനുള്ളത്. അർജുന് വേണ്ടി ഈ ഒരു നാടൊന്നാകെ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. വിശ്വാസികളെ സംബന്ധിച്ച് വിശേഷ ദിവസമാണ്. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥന നടക്കുന്ന ദിവസമാണ്. ആ പള്ളികളിൽ ജുമാ നമസ്കാരത്തിന് ശേഷം അർജുന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടക്കുകയാണ്, നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഒരു നാടൊന്നാകെ അർജുന് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ അല്ലേ? നാടൊന്നായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഈ അപകടം നടന്നതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ ആ വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട്. നമ്മൾ കമ്മിറ്റി ഒന്നായിട്ട് ആളുകളെല്ലാവരും സന്ദർശിച്ച് അവിടെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ദിവസവും എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും ഞങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കിട്ടുന്ന വേദികളിലൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് ജുമാക്കും ഞങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, ജുമാൻ്റെ ശേഷവും ദുആ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് എല്ലാ ഭേദങ്ങൾക്കും ജാതി മത ഭേദങ്ങൾക്കൊക്കെ അപ്പുറത്താണല്ലോ ഈ പ്രാർത്ഥന. എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മൾ മറ്റൊരു മതക്കാരാണോ എന്നുള്ള ചിന്ത നമ്മൾ നോക്കിയിട്ടില്ല. എല്ലാ മതക്കാർക്ക് വേണ്ടിയിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി പ്രയാസങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ദുആ ചെയ്യൽ സാധാരണ പതിവാണ്. അതുപോലെ ഇതിനു വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നാടൊന്നാകെ അർജുന് വേണ്ടി 11 ദിവസമായി കാത്തിരിക്കുകയാണ്, പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഈ പ്രാർത്ഥനകളുടെ കരുത്താണ് അവിടെ ഈ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് പ്രതീക്ഷിക്കാം അല്ലേ? അതെ, പ്രാർത്ഥനയുടെ കരുത്തന്നാണ്. അല്ലാഹു തആലയാണ് ദൈവം, തമ്പുരാനാണ് എല്ലാം നിയന്ത്രിക്കുന്നവന്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് പലതും നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതും അങ്ങനെ നേടിയെടുക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. يا الله يا رحمن يا رحيم، يا الله يا رحمن يا رحيم، يا الله يا رحمن يا رحيم. اللهم على سيدنا الملك الجبار يا الله. صدقنا من السر والصدر إيمان تقوى إخلاص وبكتي من كل أنكرك رحمن. يا متقي منا يا صالح منا يا أهل ملكوت منا من شرك رحمن. أرحم الراحمين يا دائما الجنة وإبنا المسلم സഹോദരൻ അപകടത്തിൽപ്പെട്ട് മണ്ണിന്റെ അടിയിൽപ്പെട്ടുകൊണ്ട് രക്ഷപ്പെടാൻ കഴിയാതെ പ്രയാസപ്പെടുന്നു. നീ അറിയുന്നുണ്ട് റഹ്മാൻ. കുടുംബത്തിന് സമാധാനം നൽകണം. അർജുനെന്ന് പറയുന്ന സഹോദരനെ രക്ഷപ്പെടുത്തണം. രക്ഷപ്പെടാനുള്ള എളുപ്പമാർഗം നീ തുറന്നു കൊടുക്കണം. പ്രയാസങ്ങൾ പിന്നെ അകറ്റണം. നീ അകറ്റി കൊടുക്കണം. നീയാണ് രക്ഷപ്പെടുത്താൻ കഴിവുള്ള നിന്നോടല്ലാതെ പറയാനില്ല. എല്ലാം നിയന്ത്രിക്കുന്ന ഉടമസ്ഥനായ രക്ഷ നൽകണം. രക്ഷ നൽകണം. സമാധാനം നൽകണം. പ്രയാസങ്ങൾ അകറ്റി കൊടുക്കണം. അച്ഛനും അമ്മക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യക്കും മക്കൾക്കും ഈ സമാധാനം നൽകണം. മനക്കരുത്ത് നൽകണം. ഭാഗത്തരം ദുരന്തങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെ നീ കാക്കണം. മുസീബത്തിൽ ഞങ്ങൾ ആരെയും നീ പെടുത്തല്ല. സമാധാനം നൽകണം. നീ എളുപ്പമാർഗങ്ങൾ തുറന്നു കൊടുക്കണം. ഉദ്യോഗസ്ഥന്മാരും പലതരത്തിലുള്ള തെരച്ചിലുകൾ അവിടെ നടത്തുന്നുണ്ടല്ലോ. അവർക്ക് നല്ല രീതിയിൽ അവിടെ പ്രവർത്തനം നടത്താനുള്ള അനുകൂലമായ കാലാവസ്ഥ നീ അനുകൂലമാക്കി കൊടുക്കണം. അനുകൂലമാക്കി കൊടുക്കണം. ശുദ്ധ വാർത്ത ഞങ്ങൾക്ക് കിട്ടുന്ന അവസ്ഥയിൽ എത്തിക്കണം.
ഏറെ വെല്ലുവിളികളുണ്ടെങ്കിൽ പോലും ഈ ഒരു പ്രാർത്ഥനകൾ ആ രക്ഷാപ്രവർത്തനത്തിന് കരുത്താകുമെന്നും അർജുന് സുരക്ഷിതനായി കണ്ടെത്താൻ കഴിയുമെന്നും ഇവർ പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ്. കണ്ണടികളിൽ നിന്നും അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.